നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ പ്രേമികളുടെ എണ്ണം ഒട്ടും കുറവല്ല. സാംസ്കാരിക സാഹിത്യ നായകന്മാരും കലാകാരന്മാരും അതുപോലെ ചില നടീനടന്മാരും ഒക്കെ തങ്ങളുടെ പാക് പ്രേമം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അവർക്കൊക്കെ ഒരു വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് പേരുള്ള പല പ്രദേശങ്ങളുമുണ്ട്. അതിൽ ഒരു പ്രദേശത്തിൻ്റെ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശം? ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പലയിടങ്ങളിലും ഉണ്ടാകാം. ഏറ്റവും പ്രധാനമായിട്ട് ഔദ്യോഗികമായിട്ട് നിൽക്കുന്നത് ഈ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുക്കലാണ്. അതായത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ അതിർത്തി ഗ്രാമമാണ്. പല ബസ്സുകളുടെയൊക്കെ ബോർഡുകൾ തന്നെ അത്തരത്തിലാണ് പാകിസ്ഥാൻ മുക്ക്. അവിടെ എത്തുമ്പോൾ കണ്ടക്ടർ വിളിക്കും, പാകിസ്ഥാൻ മുക്ക് ഇറങ്ങാനുണ്ടോ? ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് ഒരു പാകിസ്ഥാൻ മുക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഏതാണ്ടൊരു 5 പതിറ്റാണ്ടിലേറെയെങ്കിലും ആയിട്ടുണ്ട് ഈ സ്ഥലം ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇനി വേറൊരു കൗതുകമുള്ള കാര്യം കൂടെ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി വളരെ അറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഒരു ജംഗ്ഷനുള്ള പേര് ചൈന മുക്കെന്നാണ്. അത് അങ്ങനെ വരാൻ കാരണം പണ്ട് ജവഹർലാൽ നെഹ്റു കോന്നിയിൽ വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് എതിരെ പ്രതിഷേധമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും രേഖപ്പെടുത്തി. ഒരു ജംഗ്ഷൻ മുഴുവൻ കൊടിതോരണങ്ങൾ കൊണ്ടങ്ങ് ചുവന്ന കൊടിതോരണങ്ങൾ കൊണ്ടങ്ങ് നിറച്ചു. ജവഹർലാൽ നെഹ്റു അതുവഴി പാസ് ചെയ്തപ്പോൾ ചോദിച്ചു, ഇതെന്താ ചൈനയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അത് ചൈന മുക്കെന്ന് അറിയപ്പെടുന്നത്. സമാനമായ പേരുകളുണ്ട് സാർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ബംഗ്ലാദേശ് കോളനിയുണ്ട്. അപ്പൊ ഈ ചൈന മുക്കിലും അവിടെയും ബസ് ബോർഡ് വെച്ചിട്ടുണ്ട് ചൈന മുക്ക്. ബസ്സിൽ കയറി കണ്ടക്ടർ വിളിച്ചു പറയും, ചൈന മുക്ക് ഇറങ്ങാനുണ്ടോ? അത് പിന്നെ കോന്നിയിൽ വേറെ പ്രത്യേകതയുണ്ട്. അവിടെ ഒരു വത്തിക്കാൻ സിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഒരു പ്രദേശത്ത് കുറേ ആൾക്കാർ, ഒരു 10-20 വീട്ടുകാർ അവർ വത്തിക്കാനിലാണ്. ആ പ്രദേശം അറിയപ്പെടുന്നത് വത്തിക്കാൻ സിറ്റി എന്നാണ്. അപ്പം ദാമോദരൻ നായർ വീട്ടുപേര് വത്തിക്കാൻ സിറ്റി കോന്നി എന്ന് പറഞ്ഞിട്ടാൽ അതവിടെ കിട്ടും. വത്തിക്കാൻ സിറ്റിയുണ്ട്, മോസ്കോ ലൈനും ഉണ്ട്. മോസ്കോ ലൈനുള്ള മോസ്കോ നഗറും ഉണ്ട് കോന്നി. പിന്നെ ഒരു വിയറ്റ്നാം കോളനിയും ഉണ്ട്. വിയറ്റ്നാം കോളനിയല്ല, വിയറ്റ്നാം ജംഗ്ഷനും ഉണ്ട്. വിയറ്റ്നാം കോളനി സിനിമയുണ്ട്, അത് വേറെ. അപ്പം വിയറ്റ്നാമൊക്കെ ഒരുപാടിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചൈന ബുക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സഖാവ് MA ബേബിക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. ഇങ്ങനെ നമ്മൾ കേരളത്തിൽ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഈ രാജ്യസ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം. പാകിസ്ഥാൻ ബുക്ക് എന്നുള്ള പേര് അവർ ഇല്ലാതാക്കുന്നു. ഇത് ഔദ്യോഗികമായിട്ട് പലയിടങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതാണ് ഇനി മാറ്റാൻ പോകുന്നത്. എന്നിട്ടത് മാറ്റിയിട്ട് അവര് ഐവർകാല എന്നാക്കുകയാണ്. അങ്ങനെ ഒരു കിഴക്കൻ മേഖല ഈ കുന്നത്തൂർ പഞ്ചായത്തിന്റെ, അപ്പൊ അത് ആ പേരിലാക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ജംഗ്ഷനോ ബസ് സ്റ്റോപ്പോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഐവർകാല എന്നുള്ള പേരിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ മുക്കെന്നുള്ളത് ഇല്ലാതാകും. ഒരിക്കൽ ഈ കുവൈറ്റ് വാർ നടന്ന സമയത്താണെന്ന് തോന്നുന്നു, ആകാശവാണിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. പ്രഭാത പേരിയിൽ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് അടിമാലിയിൽ ഒരു കോളനിയുണ്ട്. ആ കോളനിയിൽ വീടുകളുടെയൊക്കെ പേര് ബംഗ്ലാദേശ്, ആഫ്രിക്ക, ബ്രസീൽ, ഇറ്റലി, ഫ്രാൻസ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റലിക്കാരനായാലും ബംഗ്ലാദേശുകാരനായാലും അവരൊക്കെ വലിയ സൗഹൃദത്തിലാണ് എന്ന് കാണിക്കുന്നതാണ്. എല്ലാവരുടെയും വീട്ടുപേര് നമ്മളൊക്കെ മറ്റ് വീട്ടുപേരുകളൊക്കെ ഇടുമ്പോൾ ഇവർ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ബംഗ്ലാദേശ്, സൗത്ത് കൊറിയ ഇങ്ങനെയൊക്കെയാണ് വീട്ടുപേര് ഇട്ടിരിക്കുന്നത്. അത് കൗതുകകരമായ വാർത്ത. ഒരു 10-30 വർഷത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ നാട്ടിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ സ്ഥലനാമ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. സ്ഥലനാമ വിജ്ഞാനകോശം തന്നെ അങ്ങനെ മലയാളത്തിൽ പുസ്തകമുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനും പിന്നിൽ വന്നിട്ടുള്ള ചരിത്രമുണ്ട്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം പേരുകളാണ്.
തിരുവനന്തപുരം എന്ന് തന്നെ വരുന്നതിനും തന്നെ ശാനം ദൂരം അല്ലേ, അതെ അതെ അങ്ങനെയൊക്കെയാണ് ഉണ്ണുനീലി സന്ദേശത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന തിരുവനന്തപുരത്ത് കേശവദാസപുരം കട്ടച്ചക്കോണം എന്നായിരുന്നു പഴയ പേര്. തിരുവനന്തപുരത്ത് പിന്നെ ബേക്കറി ജംഗ്ഷൻ എന്നുള്ളത് ഈ തലമുറയിലെ എത്ര പേർക്ക് അറിയാം? ബേക്കറി ജംഗ്ഷൻ, അവിടെ പണ്ട് ആദ്യമായൊരു ബേക്കറി ഉണ്ടായി. പഴയ ആൾക്കാർ ബസ് കയറിയ ബേക്കറി ജംഗ്ഷൻ എന്നല്ല പറയുന്നത്, ഒരു റൊട്ടിക്കട മുക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടറോട് ഇത് റൊട്ടിക്കട മുക്കി പോകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കോട്ടൺ ഹിൽ എന്ന് പറയുന്നത് പരുത്തിക്കുന്ന്. അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും കോഴിക്കോടായാലും ഒക്കെ ഈ സ്ഥലനാമങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇവിടെ രാജ്യം മുഴുവൻ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ് ഈ പേരുമാറ്റം, ഈ പാകിസ്ഥാനെ അടിച്ച് തകർത്തിരിക്കുന്നത്. ഇനി ഇവൻ്റെ പേരിവിടെ ഉച്ചരിക്കരുത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുക, ഔദ്യോഗികമായിട്ട് പോലും അത് വരുമ്പം നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വന്ന ഇത്തരത്തിലുള്ള ശക്തികളെ നമ്മൾ തകർത്തെറിയുക, അവനെ ഇവിടുന്ന് തുടച്ചു മാറ്റണം. അതെ, ഊണിലും ഉറക്കത്തിലും അവന്റെ കൊടിയോ അവന്റെ ചിഹ്നമോ അവനെ ഒന്നുമേ ഇവിടെ കാണാൻ പാടില്ല, അടയാളമോ ഒന്നും പാടില്ല. ഇവിടെ അതിനെതിരെ ഒന്നും ആരും മറ്റൊരു തരത്തിൽ പിന്നെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഒന്നിലേക്കും ആരും കടക്കത്തില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്, കാരണം ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിം സമുദായം അവർ ഈ രാജ്യത്ത് വളരെ സുരക്ഷിതമായിട്ട് കഴിയുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരിടത്തും ഇത്രയും സുരക്ഷിതത്വം അവർക്ക് കിട്ടില്ല. അവർ ഒരിക്കലും ഇവിടം ഭീതി ഉണർത്തുന്നതെന്ന് പറയാറില്ല. പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരാണല്ലോ അല്ലേ, കുത്തിയിളക്കി. പിണറായി വിജയൻ എന്തോ ഒരു ആദിയായിരുന്നു കേരളത്തിലെ മുസ്ലിം. അതേ പിണറായി വിജയൻ തന്നെ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇവരെ ഈ പൗരത്വം ഇല്ലാത്ത ആൾക്കാരെ, ഈ ഇന്ത്യക്കാരല്ലാത്തവരെ പിടികൂടി പുറത്താക്കാൻ വേണ്ടുന്ന ഈ സെന്ററുകൾ, കേന്ദ്രങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ തയ്യാറായി, നിർമ്മിക്കുകയും ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നു ഇങ്ങനെ പേര് മാറ്റമൊക്കെ ഓരോ കാലത്തിലെ അനുസരിച്ച് ഉണ്ടാകുന്നതാണ് സാഹചര്യങ്ങൾക്ക്. ചിലപ്പോൾ ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പെരുമ്പാവൂരിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ ഈ പിന്നെ ബംഗാളിലെ ഏതെങ്കിലും സ്ഥലപ്പേര് ബംഗാൾ മുഖം എന്നൊക്കെ ചിലപ്പോൾ അറിയപ്പെടേണ്ടി വരും. കാരണം ബംഗാളികൾ ധാരാളം ഉള്ളതുകൊണ്ട്. പെരുമ്പാവൂരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അല്ല, ബംഗാൾ എന്ന് മാത്രമല്ല, കൽക്കട്ട എന്നും മൂർഷിദാബാദ് മാൾഡയെന്നും ഒക്കെ ഈ സ്ഥലപ്പേരുകൾ കേരളത്തിന് വരാൻ. പ്രശാന്ത്, പെരുമ്പാവൂര് പോയാൽ അവിടെ പെരുമ്പാവൂരൊന്നും ആരും പെരുമ്പാവൂരുകാരില്ല, അവിടെ ഉള്ള എല്ലാം ബംഗാളികളാണ്. നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോഴേ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തിയിട്ട് പിന്നെ ഇത് ചോദിക്കും വീട്ടിൽ, നാരായണൻ നായരുടെ വീട് ഏതാ, മേലതിലെ നാരായണൻ നായരുടെ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി നിർത്തി ചോദിക്കുന്നത് ആരോടായിരിക്കും എന്നറിയാമോ? ബംഗാളികളോടായിരിക്കും ചോദിക്കുന്നത്. അവന്മാരായിരിക്കും വഴി പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോലും മാറുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പാകിസ്ഥാനി എന്നൊക്കെ ഉള്ളത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലായ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരിക്കലും ഇത് ഒരു അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ വർത്തമാനത്തിനിടയിൽ പോലും നിൽക്കാൻ പാടില്ല, ഔദ്യോഗികമായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ഇപ്പം സാങ്കേതികമായിട്ട് അത് മാറ്റി വരാൻ കുറച്ച് സമയമെടുക്കും. അവിടുത്തെ പഞ്ചായത്ത് തന്നെയാണ് ഇത് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതെ, കുന്നത്തൂർ പഞ്ചായത്ത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവർക്ക് പിന്നെ വലിയ രാജ്യസ്നേഹവും ഒക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാകിസ്ഥാനെ അവർ കുഴിച്ച് മൂടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇത്. അപ്പോൾ അത് ഇതിനകത്ത് ഇതൊരു മലയോര മേഖലയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആൾക്കാർ, ഒരു ഗ്രാമമാണ്. അതെ അതെ, ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ അവിടെ പാകിസ്ഥാൻ ഇനി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിലുള്ള ഒരു ഉച്ചാരണം പോലും അവിടെ ഉണ്ടാകത്തില്ല.